ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ലിപ് കെയറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നോർമലി മിക്ക സീസണിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക. എസ്പെഷ്യലി തണുത്ത കാലാവസ്ഥയിൽ, അതായത് വിൻ്റർ സീസണിൽ നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അതോടൊപ്പം തന്നെ ഹൈഡ്രേഷനൊക്കെ നഷ്ടപ്പെട്ടിട്ട് നറിഷ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് ഡ്രൈനെസ് കൂടെ മാത്രമല്ല ലിപ്സ് പൊട്ടിപ്പോവുക, ഭയങ്കരമായിട്ട് വിണ്ട് കീറുക, ഈവൻ ചോര പോലും വരും ചിലരുടെ ലിപ്സിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ ലിപ്സ് ഭയങ്കരമായിട്ട് എക്സ്ട്രീംലി ഡ്രൈ ആവുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ലിപ് ബാം. അപ്പോൾ നമ്മൾ ലിപ് ബാം സെലക്ട് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള ലിപ് ബാം സെലക്ട് ചെയ്യുക, എങ്കിൽ മാത്രമേ ഉള്ളൂ ഹൈഡ്രേഷനും നറിഷ്മെൻറ്റും പിന്നെ നല്ല രീതിക്ക് നമ്മൾ ചുണ്ടിന് പ്രൊട്ടക്ഷനും കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ലിപ് ബാം സെലക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹൈഡ്രേഷൻ, നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ് ബാം വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇനിയിപ്പോൾ പിഗ്മെൻറ്റേഷൻ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ പിഗ്മെൻറ്റേഷൻ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ഒക്കെ ഇൻക്ലൂഡ് ആണെങ്കിൽ ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ലിപ് ബാം ചൂസ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം ആണോ എന്നും കൂടെ നമ്മൾ ഷുവറായിട്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് SPF 30 ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് ഇപ്പം നോർമലി നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ ലിപ് ബാം മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഡെയിലി നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതോടെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ലിപ് കെയർ എന്നുള്ള കാര്യം. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ചുണ്ടിനെ നല്ല രീതിക്ക് സ്മൂത്ത് ആക്കാനും ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സൺ പ്രൊട്ടക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള പ്രൊട്ടക്ഷൻ, അതായത് എക്സ്റ്റേണൽ എലമെൻസിലൊക്കെ നിന്ന് ഉള്ള പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല ലിപ് ബാംസ് സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ 3 ലിപ് ബാംസ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം. ഹെൽത്തിയർ ആയിട്ടുള്ള ലിപ്സിന് നല്ല തന്നെ ലിപ് ബാം തന്നെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലിപ് ബാമാണ് ഫസ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത്. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കിസ് ക്യാൻഡി ലിപ് ബാം വിത്ത് ഒലിവ് ഓയിൽ കേട്ടോ. സോ ഒലിവ് ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മുടെ ചുണ്ട് മോയ്സ്ചറൈസിങ്, അതായത് ഹൈഡ്രേഷൻ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ചുണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല കേട്ടോ. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ വാട്ടർ മിലോണിൻ്റെ ആ ഒരു എക്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒരു ടിൻറ്റഡ് ആയിട്ട് നമ്മുടെ ലിപ്സിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഒരു ടിൻറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ലിപ്സിന് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലിപ് ബാം തന്നെയാണ്. അപ്പോൾ വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം ഡീറ്റെയിൽ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് ചോയ്സ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ലിപ് ബാം ആയിട്ട് ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയപ്പം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചതാണ് കേട്ടോ. ഡീപ്പായിട്ടുള്ള നറിഷ്മെൻറ്റും അതോടൊപ്പം തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലിപ്സ് നമുക്ക് ഓൾ ഡേ, അതായത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലിപ് ബാം കൂടിയാണ്. രണ്ടാമത്തെ ലിപ് ബാം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ഷുഗർ പോപ്പിൻ്റെ ലിപ് ബാം ആണ്. എക്സാക്ട്ലി ഇതൊരു നറിഷിംഗ് ലിപ് ബാം ആണ്. നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആക്കില്ല. അതോടൊപ്പം തന്നെ നല്ലൊരു ഇൻറ്റൻസ് കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ നന്നായിട്ട്, അതായത് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സ്ട്രോബെറി ആണ്. സോ സ്ട്രോബെറി എക്സ്ട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലിപ്സിന് നല്ലൊരു ഫ്രഷ്നെസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ശരിക്കും സ്ട്രോബെറി എക്സ്ട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു റിഫ്രഷിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിഫ്രഷിങ് ടച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ആക്കുക മാത്രമല്ല ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം പ്രൊട്ടക്ഷനും പ്രൊവൈഡ് ചെയ്യും. അതെനിക്ക് തോന്നുന്നു ഇതിൽ SPF ഇൻക്ലൂഡ് ആവും. സോ ഇപ്പോൾ ഒട്ടുമിക്ക ലിപ് ബാംസിലും SPF ഇൻക്ലൂഡ് ആണ് കേട്ടോ. എപ്പോഴും നമ്മൾ SPF തിരഞ്ഞെടുക്കുമ്പോൾ ഒരു 30 എങ്കിലും SPF ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ലിപ് ബാംസ് ആണെങ്കിലും ഒറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് നിർത്തരുത്, വീണ്ടും വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലോങ് ലാസ്റ്റിംഗ് നറിഷ്മെൻ്റ് ആണെങ്കിലും നമുക്കറിയാമല്ലോ, നമ്മുടെ ചുണ്ടിൽ നിന്ന് ആ ഒരു ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ലിപ് ബാമിൻ്റെ കണ്ടൻറ്റ് പോയെന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അങ്ങനെ നമുക്ക് തോന്നുന്ന സമയത്ത് വീണ്ടും റീഅപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത നമ്മുടെ മൂന്നാമത്തെ ലിപ് ബാം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ മിനിമലിസ്റ്റിൻ്റെ 8% L അബ്സോർബിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. അതോടൊപ്പം തന്നെ ഇതിൽ ഗ്ലിസറിൻ ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ എന്നൊക്കെ പറയുന്നത്, ഗ്ലിസറിൻ നല്ല രീതിക്ക് മോയ്സ്ചറൈസേഷൻ ലോങ് ലാസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന്, അതായത് നമ്മുടെ ലിപ്സ് നന്നായിട്ട് നറിഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള ലിപ്സുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ലിപ് ബാം ആണ്. അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള അബ്സോർബിക് ആസിഡിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ട് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ക്യൂർ ആവും. അപ്പോൾ ഈ ഒരു ലിപ് ബാം നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. ഇൻ കേസ് നല്ലൊരു നറിഷ്മെൻറ്റും ഹൈഡ്രേഷനും സ്മൂത്തറും പിന്നെ പിഗ്മെൻറ്റേഷനൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂ എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ലിപ് ബാം ആണ്. നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ നല്ല രീതിക്ക് തന്നെ ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പിഗ്മെൻറ്റേഷനും നന്നായിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ ഗ്ലിസറിനൊക്കെ ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മോയ്സ്ചറൈസേഷൻ എന്നും പറയുന്നത് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. നല്ല രീതിക്ക്
ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യും. ഏത് തരം ഹാർഷ് വെതർ കണ്ടീഷനിലും നമുക്ക് ലിപ് ബാം മസ്റ്റാണ്. അതായത് നമ്മുടെ ലിപ്സിന് നല്ല രീതിക്ക് നറിഷ്മെൻറ്റും ഹെൽത്തിയറും ഹൈഡ്രേഷനൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ ലിപ്സ് നന്നായിട്ട് എന്താ പറയുക യങ് ലുക്കിംഗ്, അല്ലെങ്കിൽ ലിപ്സിന് ഒരു തരത്തിലുള്ള പ്രശ്നം ഇല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് കിട്ടും. അല്ലെങ്കിൽ നമുക്കറിയാലോ, ഈവൻ ദോ നമ്മുടെ ലിപ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ നല്ല രീതിക്ക് ബാധിക്കും. അപ്പോൾ ലിപ്സ് എപ്പോഴും ഹെൽത്തിയർ ആൻഡ് പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ ഒരു മൂന്നാമത് നമ്മൾ പറഞ്ഞ മിനിമലിസ്റ്റിൽ അബ്സോർബിക് ആസിഡ് ഇൻക്ലൂഡ് ആയതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷൻ നല്ല രീതിക്ക് ലൈറ്റൻ ചെയ്യും. പിന്നെ ഗ്ലിസറിൻ ഉണ്ട്, വൈറ്റമിൻ ഇ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നറിഷ് ചെയ്യാനും മോയ്സ്ചറൈസേഷൻ ലെവൽ നല്ല രീതിക്ക് തന്നെ കീപ്പപ്പ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ ഐഡിയൽ ഫോർ ബോത്ത് മെൻ ആൻഡ് വിമൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ലിപ് ബാംസ് ആണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് മൂന്നും. അപ്പോൾ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ 100% നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിഗ്മെൻറ്റേഷൻ ക്യൂർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ചുണ്ടിൻ്റെ ഒട്ടുമിക്ക പ്രോബ്ലംസും ക്യൂർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ലിപ് ബാംസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ലിപ്സിൻ്റെ കെയറിനെ കുറിച്ചിട്ട് ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മടിക്കേണ്ട, ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ.